നമസ്കാരം. ഞങ്ങളിപ്പോൾ ഫിൻലാൻഡിലാണ്. എന്നോടൊപ്പം ഡോക്ടർ അനൂപ് ജിനദേവനുണ്ട്. ഇത് കാൽ ഫേസറിന്റെ ഫാക്ടറിയാണ്. എനിക്ക് തോന്നുന്നു പുറകിൽ 10,000-ഓളം എഗ്ഗ് കൊണ്ട് നിർമ്മിച്ച ഒരു പ്രത്യേക രൂപമാണ്. ശ്രീ അനൂപ് ജിനദേവനും അതേപോലെ ശ്രീ ഉണ്ണികൃഷ്ണക്കുറുപ്പും ഒക്കെ നേതൃത്വം നൽകുന്ന വെഞ്ചർ വില്ലേജ്, ഫിൻലാൻഡിലെ ഏറ്റവും പ്രമുഖമായ ഒരു ഓൺട്രപ്രണോറിയൽ ഫേമ. അവരും ലൈഫോളജിയും കൂടെ ഒരുമിച്ച് ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും ധാരാളം വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വിദ്യാർത്ഥികളോടൊപ്പം ഞങ്ങൾ വ്യത്യസ്ത സ്ഥലങ്ങൾ കാണാൻ പോവാണ്. അവിടെ ഹെൽസിങ്കി തന്നെ പല സ്ഥലങ്ങളിലും പോയി വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളും മറ്റുമുണ്ട്. അപ്പോൾ ഡോക്ടർ അനൂപ് ജിനദേവനോട് ഒരു ഇന്ററാക്ഷനിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. പ്രത്യേകിച്ച് ഫിൻലാൻഡിലെ വിദ്യാർത്ഥികളെ കുറിച്ച്, ഫിൻലാൻഡിൽ വന്ന് താമസിക്കാൻ പല ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവും, അവരെ കുറിച്ചല്ല. അപ്പോൾ ഇനി അദ്ദേഹമായിട്ടുള്ള ഇന്ററാക്ഷനിലേക്ക് പോവാം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡോക്ടർ അനൂപ് ജിനദേവൻ, ശ്രീ ഉണ്ണികൃഷ്ണക്കുറുപ്പ്, ശ്രീ സുമോദ് അടക്കമുള്ളവർ ഫിൻലാൻഡിലെ മലയാളികളുടെ ഒരു വൈബ്രന്റ് കൾച്ചറൽ സ്പേസിന്റെ ഭാഗമാണ്. അവരോട് സഹകരിച്ച് ശ്രീ പ്രവീൺ പരമേശ്വർ നയിക്കുന്ന ലൈഫോളജി ഇന്ത്യയിൽ നിന്നും മിഡിൽ ഈസ്റ്റിൽ നിന്നും 35ഓളം വിദ്യാർത്ഥികളെ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അവരുടെ ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ് യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കിയോട് ചേർന്ന് ഒരു സർട്ടിഫൈഡ് പ്രോഗ്രാം, അതോടൊപ്പം അവർക്ക് അപ് ടു 1 മില്യൺ ഇൻവെസ്റ്റ്മെന്റ് ജയിക്കാൻ കഴിയുന്ന ഒരു കോമ്പറ്റീഷൻ തുടങ്ങിയ പല കാര്യങ്ങളുമാണ് ഇതിലുള്ളത്. അപ്പോൾ അനൂപ്ജിയോട് ഫിൻലാൻഡ് ജീവിതത്തെക്കുറിച്ച്, പ്രത്യേകിച്ച് ഫിൻലാൻഡിൽ വന്ന് സെറ്റിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ഫിൻലാൻഡിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇവരെ കുറിച്ചൊന്ന് ചോദിക്കുക. നിങ്ങളിപ്പോൾ കാൾ ഫേസർ ഫാക്ടറിയിലാണ്. ഡോക്ടർ അനൂപ് ജിനദേവൻ, അദ്ദേഹത്തിന്റെ പിതാവ് നമ്മുടെ നാട്ടിൽ ശ്രീ എം ജിനദേവൻ MLA ആയിരുന്നു. അദ്ദേഹം ഇപ്പോൾ എത്ര വർഷമായി അനൂപ്ജിയുടെ? 20 വർഷമായിട്ട് ഫിൻലാൻഡിലുണ്ട്. ആദ്യ ചോദ്യം, ഫിൻലാൻഡ് ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഫിൻലാൻഡിൽ വന്ന് താമസിക്കാനും ജീവിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആഗ്രഹിക്കുന്നവരോട് എന്തായിരിക്കും അനൂപ്ജിക്ക് പറയാനുള്ളത്? എൻ്റെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, ഫിൻലൻഡ് ഒരു സന്ദർശനം, ഫിൻലൻഡ് കാണുക എന്നുള്ളൊരു പർപ്പസിൽ നോക്കിക്കഴിഞ്ഞാൽ കാര്യമായിട്ടുള്ള മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളെ വെച്ച് നോക്കുമ്പോൾ വളരെ പരിമിതമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഫിൻലൻഡ് ജീവിക്കാൻ നല്ലൊരു രാജ്യം. ഇവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളും അതുപോലെ തന്നെ സോഷ്യൽ ബാക്കപ്പ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ലോകോത്തരമാണ്, വളരെ ഫേമസ് ആണ് എല്ലാവർക്കും. എന്താ ഫിൻലാൻഡാണ് ഏറ്റവും സന്തോഷമുള്ള രാജ്യം? അതാണ് നമ്മൾ ഫിൻലാൻഡിനെ കുറിച്ച് കേൾക്കുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് ഹാപ്പിയസ്റ്റ് നേഷൻ. ഒരു കണ്ടന്റ്മെന്റ് ആണെന്നാണ് പലപ്പോഴും പറയാറുള്ളത്. ഞങ്ങൾ എംബസി സംസാരിച്ചപ്പോൾ പറഞ്ഞു, ജോയ് അല്ല, ഞങ്ങൾ എല്ലാ സമയങ്ങളിലും ചിരിച്ചുകൊണ്ടിരിക്കുകയല്ല, പക്ഷേ ഒരു സെൻസ് ഓഫ് കണ്ടന്റ്മെന്റ്, ട്രസ്റ്റ്, ഇത്തരം ഫാക്ടേഴ്സ് ആണ്. അപ്പൊ എന്തുകൊണ്ടായത് ഈ സന്തോഷമുള്ള രാജ്യം എന്ന് പറയുന്നത്? അത് പല ആൾക്കാരും അതിനെ പല വീക്ഷണകോണിൽ കൂടി നോക്കി വിവിധ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എൻ്റെ അഭിപ്രായമായിട്ട് മാത്രം കരുതിയാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമുക്ക് ഒരാൾക്ക് സമാധാനമായിട്ട് ജീവിക്കണമെങ്കിൽ വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ, ഭക്ഷണം, പാർപ്പിടം, ജോലിക്ക് ന്യായമായ ശമ്പളം, അത് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കൂടുതൽ പരാതികളില്ലാത്ത അവസ്ഥയെയാണ് ശരിക്കും പറഞ്ഞാൽ ഫിന്നിഷ് ആൾക്കാർ ഹാപ്പിനെസ് എന്നുള്ള വേർഷനിൽ കാണുന്നത്. ഇപ്പോൾ നമുക്കിപ്പോൾ പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് ചിലപ്പം വേറൊരു ഓഫീസിൽ നിന്ന് ഇതിനൊരു പരിഹാരം ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ അമ്പലത്തിലോ പള്ളിയിലോ പോയി പ്രാർത്ഥിക്കും, ദൈവം സഹായിച്ചാൽ നമ്മൾ രക്ഷപ്പെടും, സഹായിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ അവസ്ഥ വേറെയാണ്. ഇവിടെ പക്ഷേ അങ്ങനെയല്ല. ഇങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ വരുമ്പോഴോ അല്ലെങ്കിൽ മെൻ്റൽ സൈക്കോളജിക്കലായിട്ടുള്ള ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഇതിനൊക്കെ പോയി പരാതി പറയാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സെറ്റപ്പാണ്. അപ്പോൾ ഈ സ്ഥലങ്ങളിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനൊരു പരിഹാരം കിട്ടും. ആ കിട്ടുന്ന അവസ്ഥയെ, അതായത് നമുക്കുള്ള പരാതികൾ പരിഹരിക്കപ്പെടുന്ന ഒരു വളരെ വ്യവസ്ഥാപിതമായൊരു രീതി സെറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് ആൾക്കാർ സന്തുഷ്ടരാണ്. ആ സന്തോഷമാണ് ഹാപ്പിനെസ്. പിന്നെ ഇൻഡെക്സിൽ കുറേ ക്രൈറ്റീരിയ ഉണ്ട്. അതായത് പാർപ്പിടം, അടിസ്ഥാന സൗകര്യങ്ങൾ, പിന്നെ നമ്മൾ കൊടുക്കുന്ന നികുതി പണത്തിനനുസൃതമായി നമുക്ക് സൗകര്യങ്ങൾ തിരിച്ചു കിട്ടുന്ന രീതി, അതെല്ലാം ഒരു ചെക്ക് പോയിന്റ് വെച്ചിട്ട് ഒരു ക്രൈറ്റീരിയ ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് ഈ റേറ്റിങ്ങിലും റാങ്കിങ്ങിലും ഒക്കെ എപ്പോഴും ഫിൻലൻഡ് വേണ്ടി വരുന്നത്. പക്ഷെ അതല്ലാതെ തന്നെ ജനറലി നോക്കിയാൽ, ഞാൻ ഇന്നലെ ഡോക്ടർ അനൂപ് ജിനദേവനോട് നല്ലൊരു കോൺവെർസേഷൻ ആയിരുന്നു. ഞങ്ങൾ ഹെൽസിങ്കി സിറ്റി ടൂറിന് പോയിരിക്കാൻ. അദ്ദേഹം പറഞ്ഞു, പലപ്പോഴും നമ്മുടെ നാട്ടിലെ ഒരു ധാരണ എന്ന് പറഞ്ഞാൽ മതമില്ലാത്തതുകൊണ്ടാണ് ഇവിടെ സന്തോഷമുള്ളതെന്നാണ്. നേരെ തിരിച്ച് പലപ്പോഴും സന്തോഷമുള്ളതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ഒരു മതമോ മതത്തിൻ്റെതായ ഒരു ചട്ടക്കൂടിന്റെയോ ആവശ്യമില്ലാതെ തോന്നുന്നു അദ്ദേഹം പറയുകയുണ്ടായി. അതൊന്ന് വിശദീകരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മതം
ഹാപ്പിനെസ് ഉള്ളത് കൊണ്ട് മതത്തിന്റെ ആവശ്യം വരുന്നില്ല എന്നുള്ളത് ഒരു വളരെ സൂക്ഷിച്ച് മാത്രം പറയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ എപ്പോഴും നമുക്കൊരു ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾക്ക് ദൈവത്തിനെ വിളിക്കേണ്ടത്. ബുദ്ധിമുട്ടുകൾ മനുഷ്യർക്ക് വരാതെ നോക്കുന്ന ഒരു വ്യവസ്ഥിതി സൃഷ്ടിക്കപ്പെട്ടാൽ അപ്പം നമ്മൾ വളരെ കുറച്ച് മാത്രമേ ദൈവത്തിനെ കുറിച്ച് ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. ഒരു പക്ഷേ അതാവാം ഇവിടെ പള്ളിയിലേക്ക് അധികം ആൾക്കാർ പോകാറില്ല. നമ്മൾ ദൈവത്തെ ബുദ്ധിമുട്ടിക്കുന്നത് കുറയും. നമ്മുടെ ബുദ്ധിമുട്ട് വരുമ്പോഴും ദൈവത്തിന് പങ്കുവെക്കാണല്ലോ നമ്മൾ ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ബുദ്ധിമുട്ട് കുറയുമ്പോൾ ദൈവത്തിനെ നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നത് കുറയും അല്ലേ? അങ്ങനെ പറയാം. അങ്ങനെ പറയാം. എന്തായാലും ഒരു 19 ലക്ഷം ആൾക്കാരുടെ പരാതി കുറവായിരിക്കും ദൈവത്തിന് കിട്ടുന്നത്. ഫിൻലാൻഡിൽ ഏകദേശം ഫിൻലാൻഡിനെ കുറിച്ച് ഒരു കൗതുകം കൂടുണ്ട്, അത് പറയണം. 50 ലക്ഷത്തോളമാണ് ജനസംഖ്യ. 1,80,000 ലേക്കുകൾ ഇവിടെയുണ്ട്. അതായത് ഓരോ 26 ആൾക്കും ഒരു ലേക്ക്. ആ ലേക്ക് എന്ന് പറഞ്ഞാൽ ചെറിയ ലേക്കുകളല്ല, 500 മീറ്റർ സ്ക്വയർ ഓളം വലിപ്പമുള്ള 1,80,000 ലേക്കുകൾ ഇവിടെ ഉണ്ടെന്നാണ്. ഇപ്പൊ 2-3 പെട്ടെന്നുള്ള കാര്യം കൂടെ എന്നോട് ഇവിടെ വന്നപ്പോൾ തന്നെ ഒരുപാട് പേര് പറഞ്ഞത് ഫിൻലാൻഡിൽ പഠിക്കാനും ജോലി ചെയ്യാനും ഒക്കെ ആഗ്രഹമുള്ളത്. ഇപ്പൊ ഇത് കാണുന്ന പല ആൾക്കാരും അങ്ങനെ ഒരു ഡിസയർ ഉള്ളവരുണ്ടായിരിക്കും. എന്താ അവരോട് പറയാനുള്ളത്? കാര്യം 20 വർഷമായിട്ട് അങ്ങ് ഇവിടെ ഉണ്ട്. അപ്പൊ അവർക്ക് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് ഉണ്ട്. അല്ല, പൊതുവെ യൂറോപ്പിൽ ഓരോ രാജ്യത്തും ഓരോ ഭാഷയാണ്. നമ്മൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നത് UK-ലും അയർലൻഡിലും പിന്നെ കുറച്ച് മാൾട്ടയും മാത്രമേ ഉള്ളൂ. ബാക്കി ഏത് രാജ്യങ്ങളിൽ പോയാലും അവിടുത്തെ ഭാഷ നമുക്ക് ആവശ്യമാണ്. പഠിക്കാനായാലും ജോലി ചെയ്യാനായാലും വെറുതെ ജീവിതത്തിന് ആ സാധനം വളരെ ആവശ്യമാണ്. ഫിൻലൻഡിൽ ഫിന്നിഷ് ഭാഷയാണ്. ഫിന്നിഷ് ഭാഷ അത്ര എളുപ്പമുള്ളൊരു സാധനമല്ല പഠിക്കാൻ, എന്നാൽ അസാധ്യമായ ഒന്നല്ല. അപ്പോൾ നമ്മൾ ഫിൻലൻഡിൽ വന്ന് സെറ്റിൽ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടത് ഫിന്നിഷ് ഭാഷ പഠിക്കാനുള്ളൊരു മനോഭാവം വേണം. എങ്കിൽ മാത്രമേ മുമ്പോട്ട് പോകൂ. പിന്നെ അവസരങ്ങളുണ്ട്, പണ്ടത്തെ പോലല്ല. ഇപ്പം വിദ്യാഭ്യാസം 2018 മുതൽ എഡ്യൂക്കേഷൻ ഒരു കമേഴ്സ്യൽ പ്രോഡക്റ്റ് ആയിട്ട് വിൽക്കാനോ അല്ലെങ്കിൽ ആൾക്കാരെ ഇങ്ങോട്ട് സ്വീകരിക്കാനൊക്കെ ഉള്ള ഇത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് വിദ്യാഭ്യാസത്തിനായിട്ട് വരാം. രണ്ടാമത് ജോലിക്കായിട്ട് പണ്ട് മുതലേ ആൾക്കാർ വരുന്നുണ്ട്. നമ്മുടെ ആദ്യത്തെ ഇമിഗ്രൻസ് ഒക്കെ ബിസിനസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പഞ്ചാബിൽ നിന്നൊക്കെയുള്ള ആൾക്കാർ അധികം റെസ്റ്റോറൻ്റൊക്കെ തുടങ്ങാനായിട്ട് വന്നിട്ടുണ്ട്. അവർ ഒത്തിരി കാലമായിട്ട് ഇവിടെയാണ്. പിന്നെ നമ്മുടെ പ്രൊഫഷണൽസ് എത്തി. നോക്കിയുടെ കാലത്ത് മുതൽ എഞ്ചിനീയേഴ്സ് IT-കാരെ ഏറ്റവും കൊണ്ടുണ്ട്. ഇന്നും ഫിൻലൻഡിലെ ഇന്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ഒരു വലിയ വിഭാഗം പ്രൊഫഷണൽസാണ്, പിന്നെ വലിയൊരു വിഭാഗം ബിസിനസ്സുകാരാണ്. ഏകദേശം 20,000-ഓളമാണ്. ഞങ്ങൾ എംബസി എന്നപ്പോൾ ഒരു പറയണ്ടേ 20,000 ആണ്. പിന്നെ അല്ലാതെ ഇന്ത്യക്കാർ കുറച്ചുകൂടെ ഉണ്ട്. എന്നാലും അറൌണ്ട് 20,000 റേഞ്ചിലാണ് ഇവിടെ ഇന്ത്യക്കാരുള്ളത്. അപ്പോൾ ഇങ്ങോട്ട് ഈ കാര്യങ്ങൾക്കായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ഗവൺമെൻറ്റിൻ്റെതായിട്ടുള്ള ആ നോർമൽ പ്രോസസ്സിൽ കൂടെ നമ്മൾ വരുമ്പോൾ എല്ലാ സൗകര്യങ്ങളും നമ്മൾക്കും അവൈലബിൾ ആണ്. അതുകൊണ്ട് ജീവിതവും ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പിന്നെ ഹെൽത്ത് കെയർ ആയാലും 18 വയസ്സ് വരെ ഫ്രീ ആണ്. അത് കഴിഞ്ഞ് നമ്മൾ ബില്ലടയ്ക്കണം എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ എൽഡർലി കെയർ ഉണ്ട് നന്നായിട്ട്. അതിനും ഒരു വ്യവസ്ഥാപിതമായിട്ടുള്ള രീതിയുണ്ട്. അതിപ്പം ഇന്ത്യക്കാരനാണോ ആഫ്രിക്കക്കാരനാണോ അല്ലെങ്കിൽ അറബിയാണോ എന്നുള്ളതൊന്നും നോക്കിയിട്ടല്ല ഈ കാര്യങ്ങളൊന്നും. എല്ലാവർക്കും ഇത് അവൈലബിൾ ആണ്. നമ്മൾ റെസിഡൻ്റ് ആയിരിക്കണം, സിറ്റിസൺ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ എല്ലാ സൗകര്യം. അതുകൊണ്ട് ഫിൻലൻഡ് ജീവിക്കാൻ ഒരു നല്ല രാജ്യമാണ് എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. ഒരു കൗതുകമുള്ള വസ്തുത കൂടി അദ്ദേഹം പറയുകയുണ്ടായി ഇന്നലെ എന്നോട് സംസാരിച്ചപ്പോൾ. 1990-കളിൽ തന്നെ യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽസിങ്കിക്ക് ഒരു മലയാളം ഡിപ്പാർട്ട്മെന്റ് ഉണ്ടായിരുന്നു അല്ലേ? അതിനെ കുറിച്ചൊരു ഒന്ന് പങ്കുവെക്കാം. അതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. ഞാൻ വന്ന സമയത്ത് ഇവിടെ കേട്ടിട്ടുള്ളതാണ്. നമുക്കൊരു മലയാളം ഡിപ്പാർട്ട്മെന്റും ഒരു ചെയർ ഉണ്ടായിരുന്നു, ഒരു പ്രൊഫസർ ഉണ്ടായിരുന്നു. അദ്ദേഹം റിട്ടയർ ചെയ്തപ്പോൾ അത് നിർത്തിക്കളഞ്ഞു എന്നതാണ്. അപ്പോൾ അതിന്റെ ആധികാരികത നിങ്ങളൊന്നും കൂടി ചെക്ക് ചെയ്യണം. മറ്റൊന്ന്, ഇവിടുത്തെ ചില വളരെ അസ്കോ പർപ്പുള എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്കോളറാണ്. അദ്ദേഹം കേരളത്തിലെ നമ്പൂതിരി സമുദായത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു പഠനം നടത്തിയിട്ടുണ്ട്. ആ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ബുക്ക് ഞാൻ നിങ്ങൾക്ക് തരാം, എൻ്റെ വീട്ടിലുണ്ട്. അങ്ങനെ ഫിൻലൻഡ് എന്താ പറയുക, നമ്മുടെ നാടുമായിട്ട് വളരെയധികം ബന്ധമുള്ള, അതായത് 1957 എസ് കെ പൊറ്റക്കാരൻ്റെ പാതിരാസൂര്യൻ്റെ നാട്ടിൽ എന്നുള്ള ബുക്കിൽ തന്നെ പുള്ളി വളരെയധികം കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അന്ന് മുതൽ ഇവിടെ ആൾക്കാർ വന്നിട്ടുണ്ടല്ലോ. അദ്ദേഹം ഒരു പ്രശസ്തനായ ആളാണ്. അത് നമ്മുടെ നാടുമായിട്ടൊരു ബന്ധമുണ്ട്. പിന്നെ മാതാമൃതാനന്ദമായി ഇവിടെ സ്ഥിരമായിട്ട് വരാറുണ്ടായിരുന്നു. ഈ അടുത്ത കാലത്ത് അതിൻ്റെ ഒരു ഫ്രീക്വൻസി കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ അമ്മ ഇവിടെ വരുമ്പോൾ 10,000-ന് മേളിൽ ആൾക്കാർ അമ്മയെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിന്ന് കാണാറുണ്ട്. അതിൽ 10,000 ഒരുപാട് ഫിൻലാൻഡുകാർ വരാറുണ്ട്. 95% ഫിനിഷുകാരല്ല, ഈ നാട്ടുകാരാണ്. ഇന്ത്യക്കാർ ഓഫ് കോഴ്സ് വരും. പക്ഷെ ഇന്ത്യക്കാരേക്കാൾ വളരെ വളരെ കൂടുതലായിരുന്നു ഈ ഫിനിഷുകാർ അമ്മയെ കാണാൻ വേണ്ടി. നമ്മുടെയൊക്കെ ഒരു സ്പിരിച്വാലിറ്റിയോടും കൾച്ചറിനോടും ഒക്കെ പണ്ട് മുതലേ വളരെ റെസ്പെക്റ്റ് ഉണ്ട്. നമ്മുടെ അതായത് ആനന്ദമാർഗികളുടെ ഒരു വലിയ ഗ്രൂപ്പുണ്ട് ഇവിടെ. മാതാമൃതാനന്ദമയുടെ ഗ്രൂപ്പുണ്ട്. പിന്നെ
ഹിന്ദു സംസ്കാരത്തിനെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് കണ്ടിരുന്ന ഒരു ഹിന്ദു സംസ്കാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു എന്താ പറയുക, വളരെ ടോളറൻ്റ് ആയിട്ടുള്ള ഒരു വിഭാഗമായിട്ട് ലോകം മുഴുവൻ അംഗീകരിക്കപ്പെട്ടിരുന്ന ഒരു കാലത്ത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിന്ന് വളരെ നല്ലൊരു അപ്രിസിയേഷൻ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതെങ്ങനെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഉണ്ടായിരുന്നു ഡെഫിനറ്റായിട്ട്. ഞാൻ വന്ന സമയത്ത് അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള എന്നോടൊക്കെ ഒരു വളരെ പോസിറ്റീവ് ക്യൂരിയോസിറ്റിയോടുകൂടി ആൾക്കാർ പെരുമാറുകയും എനിക്ക് വളരെയധികം സഹായങ്ങൾ ചെയ്തു തരികയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. ശരി, അത് കാത്തു സൂക്ഷിക്കണം നമ്മുടെ ഇന്ത്യക്കാരുടെ ഉത്തരവാദിത്വമായിട്ട് മറ്റൊരു ഡിബേറ്റ് ആണ്. എന്നിരുന്നാൽ പോലും അത്തരം ഒരു ഇൻക്ലൂസീവ് പ്ലൂറലിസ്റ്റിക് എല്ലാവരെയും ഉൾക്കൊള്ളുന്ന അല്ലെങ്കിൽ എല്ലാവർക്കും നന്മ പ്രദാനം ചെയ്യുന്ന ഒരു കൾച്ചർ. അപ്പോൾ ഇവിടെ ഇപ്പം പഠിക്കാൻ, ജീവിക്കാൻ, അറിയാനൊക്കെ ഉള്ളൊരു മികച്ച അവസരമാണ്. എനിക്ക് ഫിൻലാൻഡ് 2ാമത്തെ തവണയാണ് വരുന്നത്. ഞങ്ങൾ ഇതേപോലെ ഞാനും അനൂപ് ജിതേന്ദ്രജിയും നമ്മുടെ ഉണ്ണിജിയും കൂടെ ഹെൽസിങ്കിയിൽ ഒരു സ്ലഷ് എന്ന് പറയുന്ന ലോകത്തിലെ വൺ ഓഫ് ദി ലാർജസ്റ്റ് സ്റ്റാർട്ടപ്പ് ഫെസ്റ്റിവലിൻ്റെ കഴിഞ്ഞ് ഞങ്ങളൊരു ചായ കോഫി കുടിക്കാതിരുന്നപ്പോഴാണ് ഈ ഡിസ്കഷൻ മുഴുവൻ ഇവോൾവ് ചെയ്തത്. അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ഇന്ത്യയിലെയും മിഡിൽ ഈസ്റ്റിലെയും ടോപ്പ് സ്കൂൾസിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ വരുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങളുമായി പങ്കുവയ്ക്കാം. താങ്ക് യു. ഈശ്വര.